ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമായിരിക്കണം. പിന്നെ നമ്മളെ റിനുമോള് സ്കൂൾ പോയി, റിതുമോന് സ്കൂൾ പോയി, പിന്നെ ഞാൻ ഒറ്റക്കൊള്ളുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഓല് വരുമ്പോഴത്തേന് നമുക്ക് ഇന്ന് നൂൽ പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാന്ന് വിചാരിച്ച്. പിന്നെ മറ്റേത് നമ്മൾ റിനുമോൾ ഒപ്പം ഉണ്ടാകുമ്പോൾ ഓളെല്ലാം അങ്ങനെ ചെയ്തല്ലേ. അപ്പൊ പരീക്ഷ ആയതുകൊണ്ട് ഓളെ വല്ലാതെ വിളിച്ചില്ല. അപ്പൊ ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ചിലത് തലണ്ടാവും പാലുണ്ടാവും അങ്ങനെ കരട്ടാ. ചിലത് ചിലത് ഓണാക്കാൻ മറന്നു പോവും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടാ. അപ്പൊ നമുക്ക് ഇന്ന് നൂൽ പൊറാട്ട ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പൊ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതിന്റെ മുന്നായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ. ലൈക്കും കമന്റും ഒക്കെ തരിക. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ നമുക്ക് ഇനി പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. പൊറാട്ടന്റെ മാവ് മൈദപ്പൊടി ആദ്യം നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ ഒരു കുപ്പിക്ക് 1 കിലോ ഉണ്ടാവും അത്ര മൈദപ്പൊടി ഉണ്ട്. അത് നമ്മൾ മുഴുവൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ച് കണ്ട് അതും ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ മഞ്ഞക്കാരും മാത്രം എടുക്കാതെ വെള്ളം മാത്രം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇത് കൂട്ടുന്ന എടുത്തു തുടങ്ങുന്നപ്പോ തന്നെ ഒന്ന് പൊട്ടിയിരിക്കണം. അപ്പൊ ഇനി ഏതായാലും എളുപ്പമുണ്ട് എടുക്കാൻ. അപ്പൊ നമുക്ക് ഇതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പ്. നോമ്പല്ലേ, അപ്പൊ നമുക്ക് പിന്നെ ഉപ്പുണ്ടാ ഒന്നും നോക്കാനൊന്നും പറ്റില്ല. ഒരു പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പൊ ചിലപ്പോണ്ട് പാകമായി കിട്ടിയിട്ടുണ്ടാവും, ചില സമയം ഏറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുത്തേക്കണേ. അപ്പൊ ഇത് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാ ഇനി നമുക്ക് വെള്ളം ചേർത്ത് അങ്ങനെ കുഴച്ചെടുക്കട്ടെ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയില് കാണിച്ചിരുന്നു പൊറോട്ട ചുടുന്നത്. പിന്നെ പൊറോട്ട ചുടാനൊക്കെ അറിയാം, കുറെയൊക്കെ നമ്മള് ചുട്ടെടുക്കും. പിന്നെന്താ, എല്ലാരും നോമ്പിന്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ. നമ്മളും തന്നെ മക്കളൊന്നും ഇല്ല, അതുകൊണ്ട് ഒറ്റക്ക് അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ +2കാർക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഉച്ചന്റെ ശേഷമല്ലേ, അപ്പൊ പിന്നെ ഓരൊന്നും കിട്ടൂല. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളെ വീഡിയോയിൽ ചിലപ്പോ സൗണ്ട് ഉണ്ടാവൂല കേട്ടോ, വിട്ടു നിന്നും ഇങ്ങനെ സംസാരിക്കണം, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇന്നിപ്പോ നമുക്ക് പൊറാട്ടി ബീഫ് വരട്ടിയതാണ് ഇതിക്ക് കറിയില്ല, ഗ്രേവി ആക്കിക്കാണ്ട് അങ്ങനെ എടുക്കുക. നമുക്കിത് അടുക്കളയിൽ റാക്കുമ്പോ കൊണ്ടുപോയിക്കാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇവിടെ ഒട്ട് നമുക്ക് കുഴക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അടുക്കളയിൽ റാക്കുമ്പോ ഇട്ടിട്ട് നല്ല കുഴച്ചിട്ട് കൊണ്ടുവരട്ടാ. അപ്പൊ നമ്മളെ മൈദപ്പൊടി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കണം. റാക്കുമ്പിട്ട് നല്ലോണം നമ്മളെ കൊണ്ട് വയ്ക്കുമ്പോണം കുഴച്ചെടുത്തിരിക്കണേ. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുക്കുക. ഓയിലാണ് കേട്ടോ. ഓയിൽ എടുത്ത് കണ്ട് ഒന്ന് തേച്ച് കണ്ട് കുറച്ച് നേരം വെക്കട്ടെ. ഇതിന്റെ മേലെ ഒരു നഞ്ഞ തുണി ഇട്ട് കൊടുക്കും ചെയ്യട്ടെ. അപ്പൊ നമ്മളെ അടുക്കളയിലുള്ള ചട്ടിയും പാത്രമൊക്കെ എടുത്ത് വെച്ചേക്കാട്ടാ. എന്താ വെച്ചാൽ നല്ല മഴ പെയ്തിരുന്നില്ലേന്നാ 2 ദിവസം മുന്നേ. അപ്പോൾ അത് നിറച്ച് മണ്ണൊക്കെ ഇങ്ങോട്ട് തെറിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പും ഒക്കെ എടുത്ത് കഴുകി നന്നാക്കി വെച്ചതാണ്. അപ്പൊ ഇനി പാത്രമൊക്കെ ഇതാ ഒക്കെ ടേബിളുമൊക്കെ എടുത്ത് കഴുകി വെച്ചേക്കാണ്. ഇനി അതാണ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അവിടെ നിന്ന് ചട്ടിയും പാത്രം ഒന്നും കാണാത്തിട്ടാ. അപ്പൊ നമ്മളെ പൊറാട്ടക്കുള്ള മൈദയൊക്കെ കുഴച്ച് വെച്ച് അതിപ്പോ ഇനി നമുക്ക് എടുത്തുകാണ്ട് ഓരോ ബോൾസ് ആക്കി ഇങ്ങനെ എടുക്കണമല്ലോ, അതും കൂടെ ചെയ്യാണ്ടിട്ടാ. കുഞ്ഞി ബോൾസ് ആക്കി എടുക്കുകയാണ്. കുഞ്ഞി പൊറാട്ടിന് ഉണ്ടാക്കണം കേട്ടാ. കുഞ്ഞി ബോൾസ് ആക്കി എടുക്കേണ്ടത്. നമ്മളെ റിതുമാനക്ക് ഇത് ഇഷ്ടമാണ്. ചെറുതാക്കി ഉണ്ടാക്കിയാൽ അമ്മച്ചി നല്ല രസമാണ്, അവനക്ക് നല്ല ഇഷ്ടമാണ് കുഞ്ഞി പൊറാട്ട. പിന്നെ വെച്ചെങ്കിൽ പൊറാട്ടന്റെ ഒരാളാണ്. എത്ര പിന്നെ ദോശ എന്ത് ചുട്ടെടുത്താൽ അധികം ഇഷ്ടം പൊറാട്ട കേട്ടാ.
നമുക്ക് ഇതിന് മേലെ ഇനി കുറച്ച് എണ്ണയും കൂടെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഓയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഓയിലിനാണ് പൊറാട്ടയൊക്കെ ഉണ്ടാക്കാൻ. നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് പരത്തിയിട്ട് പിന്നെ എന്താ കാട്ടുക, ചിരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ തന്നെ വോയിസ് കൊടുക്കുമ്പോ സംസാരം കിട്ടുന്നില്ല, പിന്നെ കൊടുക്കണിച്ചെങ്കിൽ കിട്ടും സംസാരം നല്ല പോലെ അങ്ങനെ പറയാൻ. വീഡിയോ ചെയ്യുമ്പോ തന്നെ ആകുമ്പോ കുറച്ച് പണിയാ. എന്തായാലും വരില്ല, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടാ. പിന്നെന്താ, അപ്പൊ നമ്മളെ പൊറാട്ടന്റെ മാവ് പരത്തി എടുക്കുന്നുണ്ട്. എന്തിമേട്ട് പരത്തുണ്ടെന്നാ, നമ്മളെ പിന്നെ പുഡിങ്ങിന്റെ ട്രൈ ഇല്ലേ, അത് കമത്തി വെച്ചിട്ട് അതിന് വെച്ചിട്ടുണ്ട് പരത്തുണ്ട്. എങ്ങനെയെങ്കിലും അതിക്കാണ്ട് പൊറാട്ട ഉണ്ടാക്കി എടുക്കണം എന്നാണ് എന്റെ ഒരു വാശി. നീ വീണ് വന്ന് ഇവള് വന്നാലേ ഒക്കെ ശരിയാളോ, വേഗം വാ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്, എന്തോ ഒരു പണി നമ്മളെ. ചെലപ്പോ ഓഫാകുക, ചെലപ്പോ ഓണാക്കാൻ മറക്കുക. ആണ്ട് ചെയ്തൂടി, ചെയ്യന്നെയാണ്. എന്നാലും പൊറോട്ട വെത്തുന്ന പല കണ്ടച്ച് വെറൈറ്റി ഇല്ലേ. അല്ല എന്താ കാട്ടണ, പിന്നെ കട്ടിംഗ് ബോർഡ് അല്ല ഇതില്ലേ, ഇത്തിരി കല്ലുണ്ടല്ലോ, ഒന്നും പറ്റുന്നില്ല. കൊറേ ഇങ്ങനെ നല്ലോണം കണ്ട് വീതിയിൽ പരത്തി കിട്ടാന് പണിയുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്നാൽ ഇരുമ്പ ചെയ്യട്ടെ, അപ്പൊ അതൊക്കെ ഒഴിവാക്കി. വിളിച്ചണ്ടേ എന്തിയെ? ഞാൻ പുറത്തിട്ട് കാണാൻ നല്ല രസമുണ്ട്. വാവുണ്ടല്ലേ, വാവ് മാറിയിട്ടില്ലല്ലേ. ഒന്നുകൊണ്ട് പറഞ്ഞിട്ട് ഇപ്പച്ചിനോട് ആശുപത്രി കൊണ്ടാൻ പറയണട്ടാ. എന്റെ ഋതുകുട്ടിക്ക് നാമം മുറിയുണ്ട്, പുണ്ണാണ് തോന്നുന്നത്. അപ്പൊ ഓനക്ക് ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പൊ എന്തെന്നാ ഒന്ന് ചായന്റെ കടിയൊന്നും ചോദിക്കണില്ല സ്കൂളിട്ട് വന്നിട്ട്. ഉമ്മച്ചി ഇവിടെ പണിയിട്ടാ അതും അറിയില്ല. ഉണ്ടാണ്ട് കുട്ടികൾക്ക് നല്ല അച്ചടക്കം ഉള്ള കുട്ടി. നോമ്പ് പറ്റിക്കണാ, നോമ്പ് നോറ്റം വാതിലുണ്ടല്ലോ. എങ്ങനെ അനുകൊണ്ട് നോമ്പ് ഒപ്പിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വാവ് മാറ്റുന്നിട്ട് നോക്കട്ടാ.
കടിന്ന് പോരാട്ടെ. പൊറോട്ട ഇതിപ്പോ നൂൽ പൊറോട്ട ഒന്നാക്കിയില്ല. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ട് നൂൽ പൊറോട്ട ആയിട്ടില്ല. നമ്മളെ സാധാ കുഞ്ഞി പൊറോട്ട. ഏതായാലും പൊറോട്ട തന്നെയാണ്. കുഞ്ഞി പൊറോട്ട പോയത് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നും ശരിയാവില്ല. എന്നാലും പൊറോട്ട തന്നെ കേട്ടാ. അത് നമ്മള് കുഞ്ഞി പൊറോട്ട ഉണ്ടാക്കി. അപ്പൊ നമ്മളെ കുഞ്ഞി പൊറോട്ട ആയിട്ടുണ്ട്. പോത്തിറച്ചി അടുപ്പുമ്മല് വേവണുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറക്കുള്ളത് അതാണ് കേട്ടാ. പിന്നെ വെള്ളം കലക്കണുണ്ട്, അതൊക്കെ അകത്ത് വെച്ച് കലക്കണുണ്ട്. കരണ്ടില്ല. ഇന്ന് നാരങ്ങള്ളം വത്തക്കള്ളം. അപ്പൊ ഞാൻ പൊറോട്ടയൊക്കെ ചുട്ടെടുത്തു വന്നു. അപ്പൊ തന്നെ ഒരാൾ ഇവിടെ പിന്നെ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട്. അതിക്കുള്ള ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് മൈദയൊക്കെ കുഴച്ച് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ അത് പൊരിച്ചെടുക്കണുണ്ട്. നാരങ്ങ വെള്ളം കലക്കി അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കാനുള്ള പുറപ്പാടിലാണ്. ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചേക്കണം. പിന്നെ കരണ്ടില്ല, അകത്തേക്ക് വന്ന് കരണ്ടും ഇല്ല. അപ്പോൾ ആ ഇറ്റത്ത് വെച്ച് കാണാനൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഒന്ന് തരാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇറച്ചി പിന്നെ തൂമ്പിച്ചിട്ടില്ലേ, നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞിക്കാണ്ട് ഇറച്ചി ഒന്ന് തൂമ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള എല്ലാ സാധനവും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.